കേട്ടോ. ഹലോ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പറയണത് ഈ ഒരു വണ്ടീനെ ഫുള്ളായി അഴിച്ച് സെപ്പറേറ്റ് ചെയ്യണ ഒരു വീഡിയോ ആണ്. ഫുൾ എല്ലാ പാർട്സും ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം. സംഭവം വണ്ടി കുറേ ആയിട്ട് ഒരു വർക്ക്ഷോപ്പിൽ കിടന്നതാണ്, 1-2 വർഷമൊക്കെ. അങ്ങനെ യൂസൊന്നും ഇല്ല. ഒന്ന് റണ്ണിങ് കണ്ടീഷൻ ആക്കണം വേണ്ടി എഞ്ചിനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ്. പിന്നെ അതങ്ങനെ കുറച്ച് ഫണ്ടിൻ്റെ ഇഷ്യൂവും കുറച്ച് തിരക്കുകളൊക്കെ ആയപ്പോൾ അവിടെ തന്നെ വെച്ച് ഈ ഒരു കോലത്തിലായി. ഫുള്ള് സിമെൻറ്റും കാര്യങ്ങളൊക്കെ ആയി. വർക്ക്ഷോപ്പിലൊരു പണിയൊക്കെ വന്നപ്പോൾ ഫുള്ള് സിമെൻറ്റ് മണ്ണും പൊടിയൊക്കെ ആയി ഫുള്ള് നശിച്ചു വണ്ടി ഏകദേശം. അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് പണിയണം. അപ്പോൾ അതിനു മുമ്പ് ഇത് മൊത്തം അഴിച്ച് ചെയ്സ് സെപ്പറേറ്റ് ആക്കി പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് വേണം ഈ വണ്ടിയിലേക്ക് ഇനി തുടങ്ങാൻ. അപ്പോൾ ഈ വണ്ടി ഫുള്ളായിട്ടൊന്ന് അഴിച്ച് നോക്കണം എന്താണ് സെറ്റപ്പ് എന്നുള്ളത്. അതുപോലെ ടാങ്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തുരുമ്പുണ്ട്. യൂസ് ചെയ്യാണ്ട് ഏകദേശം ഒരു കുറേ വർഷങ്ങളായി. ആ വർക്ക്ഷോപ്പിൽ തന്നെ ഒരു 2 വർഷം കിടന്നു. അതിന് മുന്നും കുറേ ആയിട്ട് കിടന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും അങ്ങനെ ഓവറില്ല. തുരുമ്പ് കാര്യങ്ങളൊക്കെ വന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ എന്നാലും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ നശിച്ചു പോയിട്ടൊന്നുമില്ല. പാർട്സ് ചില സാധനങ്ങളൊക്കെ എപ്പോഴും പക്കയായിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ എയർ ഫിൽറ്റർ ബോക്സൊക്കെയാണ്. വേറെ രീതിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വണ്ടി മൊത്തത്തിലൊന്ന് അഴിച്ച് പാർട്സ് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് കറക്റ്റ് ആക്കണം. എന്നിട്ട് ഓരോരുന്നായിട്ട് പണിയണ വീഡിയോ ഒക്കെ എന്തായാലും ഈ ഒരു ചാനലിൽ എന്തായാലും ഇടണമായിരിക്കും. അത്യാവശ്യം ചില പാർട്സൊക്കെ ഇപ്പോഴും ഒറിജിനൽ പാർട്സൊക്കെയാണ്, ചിലതൊക്കെയാണ് പോയിട്ടുള്ളത്. കുറേ കാലമായിട്ട് അങ്ങനെ യൂസൊന്നും ചെയ്തിട്ടില്ല. നല്ല രീതിയിൽ പണിയും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിലുണ്ട്. തുടങ്ങാൻ പറഞ്ഞാൽ നല്ല രീതിയിലൊരു എമൗണ്ടും ഇതിന് ചിലവാകും. അപ്പോൾ എന്തായാലും ഇത് ചെയ്യും. ഇപ്പം എന്തായാലും അഴിക്കണ ആ ഒരു വീഡിയോ ആണ് ഇതിൽ മൊത്തത്തിൽ ചെയ്യാനുള്ളത്. ചേസ് നമ്പർ കാര്യങ്ങളൊക്കെ ഇപ്പോഴും കുഴപ്പമില്ല, എല്ലാം പക്കയാണ്. ടാങ്കിൽ കാര്യങ്ങളിലൊക്കെ തുരുമ്പൊക്കെ നല്ല രീതിയിൽ വന്നു. അവിടെ ഒരു ചെറിയൊരു ബീഡിങ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ അതിലിത് വന്നു. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം, പക്ഷേ അതൊക്കെ ദ്രവിച്ചു പോയി ടയറൊക്കെ. സൈലൻസറിലൊക്കെ ഡസ്റ്റ് മണ്ണൊക്കെയാണ്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഓവറോൾ ഇപ്പോൾ ഉള്ള കണ്ടീഷൻ. അതിനെ ഇനിയിപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. എന്തായാലും ടാങ്കിൻ്റെ ഉള്ളിലൊക്കെ കൂടൊക്കെ കൂട്ടി ഓരോരിത് വയറിങ് കാര്യങ്ങളൊക്കെ അഴിച്ചു. അതിലൊന്നും വലിയത് വന്നില്ല. ചെറിയൊരു വയറിങ് കിറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇതിന് വരുന്നത്. ടാങ്ക് കാര്യങ്ങളൊക്കെ അഴിച്ചു. ഇതാ ഇഗ്നിഷൻ കോയിലാണ് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഈ വണ്ടിയുടെ ആകെ ഒരു ചെറിയ ചേസാണ് വണ്ടിക്ക്. അന്നൊക്കെ ഈ രീതിയിലൊക്കെയാണ് വണ്ടി വന്നതെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അതിശയമാണ്. ആ ഇഗ്നിഷൻ കോയിലിൻ്റെ ആ ഒരു മൊഡ്യൂളാണത്. ഈ രീതിയിലൊക്കെയാണ്. പ്ലഗ് കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പണിയുണ്ട്. ഇത് പണിതിറക്കുക പറഞ്ഞാൽ ഇതാകും. ആ പോയിൻ്റ് ചെയ്യണ ആ ഒരു സെക്ഷനാണ് ലെഫ്റ്റ് സൈഡ് ആ എഞ്ചിൻ്റെ ഉള്ളിൽ കാണുന്നത്. ഇതാണ് മാഗ്നറ്റ്. അത് പമ്പ് ചെയ്ത് അതിനെ പോയിൻ്റ് കറക്റ്റ് ആക്കിയിട്ട് ാണ് പിന്നെ വണ്ടി SD സ്റ്റാർട്ട് ചെയ്യണത്. ഇത് SD റോഡ് കിങ് ആണ്. 250 ഡുവൽ സിലിണ്ടർ വരുന്ന ആ ഒരു മോഡൽ. അത്യാവശ്യം ആ ഒരു ലാസ്റ്റ് ടൈമിലൊക്കെ ഈ ഒരു വണ്ടിയാണ് വന്ന് തോന്നുന്നു. വേറെ പിന്നെ ഇതൊന്നുമില്ല. പണിയാ പറഞ്ഞാൽ ഇതിൻ്റെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ തെറ്റി. അപ്പോൾ കൊല്ലത്താണ് ഈ വണ്ടിയുടെ രജിസ്ട്രേഷനൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് പണിത് അങ്ങോട്ടൊക്കെ കൊണ്ടുപോയിട്ടും അതിൻ്റെ ഇടയിൽ കൂടെ ഇതിൻ്റെ RC ബുക്കൊക്കെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ അത് ഓണറൊക്കെ ഉണ്ട് ഇവിടെ തന്നെ. അപ്പോൾ RC ബുക്ക് കാര്യങ്ങളൊക്കെ ഇതിൽ പേപ്പർ വർക്ക് ചെയ്യുക പറഞ്ഞാൽ ഒരു നല്ല പണിയാണ്. കാരണം RC ബുക്ക് ഒന്നാമത് പോയി. അപ്പോൾ അതിനെ ഇനി മിസ്സായി പോയി എന്നുള്ള ആ ഒരു ഇത് കൊടുത്തിട്ടൊക്കെ വേണം നമുക്ക് ചെയ്യാൻ. അപ്പോൾ അങ്ങനെയുള്ള അതൊക്കെ ചെയ്യണതുകൊണ്ട് നല്ല രീതിയിൽ ഇതിനു വേണ്ടി ഇറങ്ങണം. നല്ലൊരു വർക്കൊക്കെ ഉണ്ട് ഇതിന്. പിന്നെ ഇതൊരു വികാരം, പിന്നെ ഇത്രയും കാലം കയ്യിലിരുന്നൊരു വണ്ടി എന്നുള്ളൊരു സെൻറ്റിമെൻ്റൊക്കെ കൊണ്ടായിരിക്കും
മിക്കവാറും എല്ലാവരും ഈ വണ്ടിയൊക്കെ ഇങ്ങനെ പണിയുന്നത്. ഇപ്പോൾ സാധാ ഒരു നോർമൽ ഒരു വണ്ടിയാണെങ്കിൽ ഇതിങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ 10,000-2,000 രൂപയ്ക്ക് കൊടുത്തിട്ട് തലവേദന ഒഴിവാക്കിയിട്ടുണ്ടാവും. ഇതിൻ്റെ സ്ക്രൂ കാര്യങ്ങളൊക്കെ ഭയങ്കര കുറച്ചൊക്കെ ഒടിഞ്ഞു പോയി, ചിലതൊക്കെ കറക്റ്റായിട്ട് അഴിയുന്നുണ്ട്, വലിയ പ്രശ്നമില്ല. ഫ്രണ്ട് വീൽ എന്തായാലും അഴിക്കണം, തുരുമ്പായാലും നല്ല രീതിയിൽ സിമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മെക്കാനിസം പഴയ വോൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്രേക്ക് ഇത്തിരി ജാമാണ്. പിന്നെ അതുപോലെ ആക്സിലും അതിൻ്റെ ഉള്ളിൽ സ്റ്റക്കായിട്ട് നിൽക്കണം. അപ്പോൾ ചുറ്റിക കൊണ്ട് അടിച്ചിട്ടൊക്കെയാണ്, വലിച്ചിട്ടൊന്നും വരുന്നില്ല. അങ്ങനെ വീല് അഴിച്ചു. വീല് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വീല് കുറച്ച് പാടുപെട്ടു. അതിൻ്റെ ഉള്ളിൽ കൂടെ വേറൊരു ആക്സിൽ കൂടി കുത്തിയിട്ടൊക്കെ അടിച്ചിട്ടൊക്കെ എടുത്തത്. ഉള്ളിൽ ഫുള്ള് തുരുമ്പാണ്. ആക്സിലിയുടെ ഹബ്ബ് ഇതാണ്. ഈ വണ്ടിയുടെ ഒരു ഗുണം എന്താ പറഞ്ഞാൽ, ഈ ഫ്രണ്ട് വീൽ എടുത്തിട്ട് നമുക്ക് ബാക്കിൽ സ്യൂട്ട് ചെയ്യാൻ പറ്റും. അതായത് രണ്ടിൻ്റെ ഹബ്ബ് സെയിമാണ്. നമുക്ക് ബാക്ക് ടയർ എടുത്തിട്ട് വീലോടെ അഴിച്ചിട്ട് ഫ്രണ്ടിലും കയറ്റാം, ഫ്രണ്ട് വീലെടുത്തിട്ട് നമുക്ക് ബാക്കിലും കയറ്റാൻ പറ്റും. അതിലൊരു ചെറിയ സ്പേസർ കാര്യങ്ങൾ, ഒരു സ്ലീവ് അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് അടിച്ചെടുക്കാം. പിന്നെ പറഞ്ഞത് ഇതാണ്, ടയറിനെ നമുക്ക് ബാക്കിക്കും ഫ്രണ്ടിക്കും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഹബ്ബാണ് ഇതിന് അന്നേ കൊടുത്തത്. അതുകൊണ്ട് ഒരു സ്പെയർ വീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിലും ഫ്രണ്ടിലും കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങളൊക്കെ പണ്ടുണ്ട്. ഇതിപ്പോൾ ജാമാണ്, ആ ബ്രേക്കിങ് അതിലിങ്ങനെ ജാമായി നിൽക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് റിലീസ് ചെയ്ത് ഫ്രീ ആക്കിയാലാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. തിരിയണൊക്കെ ഉണ്ട്, പക്ഷേ പുറത്തേക്ക് വരുന്നില്ല. ബ്രേക്ക് ഷൂ അതിൽ ജാമായി നിൽക്കുകയാണ്. അത് കാണുമ്പോൾ അറിയും ബ്രേക്ക് ഇങ്ങനെ പിടിച്ച പോലെ. ഞാൻ കുറച്ച് ചുറ്റിക കൊണ്ട് തിരിച്ചൊക്കെ അടിച്ചപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇതാണ് അവസ്ഥ. ഇത്രയും കാലം ചുമ്മാ ഇരുന്ന് ക്ലാവ് പിടിച്ച് അതിൻ്റെ ഉള്ളിൽ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ കയറി ഫുള്ള് തുരുമ്പിൻ്റെ ഒരു കൂമ്പാരമാണ്. ഈ ഹബ്ബൊക്കെ ഇനി ഒന്ന് ബെയറിങ് കാര്യങ്ങളൊക്കെ മാറ്റി, അതായത് ടു സെഡ് എന്തായാലും പണിയണം. പിന്നെ മെയിനായിട്ട് ഫണ്ടിൻ്റെ ഇഷ്യൂ ആയതുകൊണ്ടാണ് ഈ വണ്ടി ഇപ്പം എന്തായാലും പെട്ടെന്ന് പണിയില്ല, എന്നാലും ആകുന്ന പോലെ പാർട്സ് കാര്യങ്ങളൊക്കെ കുറച്ച് സ്വരുക്കൂട്ടി മെല്ലെ മെല്ലെ പണിയുള്ളൂ. എന്നാലും അതിൻ്റെ അപ്ഡേഷൻ എന്തായാലും ഈ ചാനലിൽ ഞാനിടും. ഇപ്പോൾ ഇത് ഫുള്ളായി അഴിക്കണം, അതാണ് മെയിനായിട്ട്. ഇനി ഇതിനെ കട്ട് ചെയ്തിട്ട് മെഷീനിട്ട് കട്ട് ചെയ്തിട്ട് കിടക്കണം. ഇത് തുരുമ്പാണെന്ന് അഴിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഫുള്ള് മെഷീനിട്ട് കട്ട് ചെയ്ത് എടുക്കേണ്ടി വരും. ഇതിൻ്റെ മഡ് ഗാർഡ് കാര്യങ്ങളൊക്കെ അഴിക്കണമെങ്കിൽ അതിലും സ്ക്രൂകളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ച് ഒടിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ വെച്ച് കൊണ്ടിരിക്കണോണ്ട് ഇനിയിപ്പോൾ അതെന്തായാലും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് തന്നെ അഴിക്കേണ്ടി വരും മിക്കവാറും. സംഭവം ഇളകണൊക്കെ ഉണ്ട്, പക്ഷേ എവിടെയോ ലോക്കായിട്ട് നിൽക്കുന്നുണ്ട്. സ്ക്രൂ എവിടെയോ ഒരു സ്ഥലത്ത് കുറച്ച് നന്നായിട്ട് അടിച്ച് ഓക്കെ അടിച്ചെടുത്താലാണ് അത് വരുന്നുള്ളൂ. പഴയ ഫോർക്ക് കാര്യങ്ങളൊക്കെ ഭയങ്കര കോമഡിയാണ് ഇതിൽ. അത് കഴിക്കാൻ ഭയങ്കര പാടായിരിക്കും. അതിൽ ഒടിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. സ്ക്രൂ കാര്യങ്ങളൊക്കെ ഒടിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ നിന്നു. ഇനി അതൊക്കെ വെൽഡ് ചെയ്ത് തിരിപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമുക്കത് അതിനുള്ള സമയമില്ല. ഇനി ഫോർക്ക് മുകളിലത്തെ ഒരു ഇതഴിക്കണം. ഇതിൽ മെക്കാനിസം കുറച്ച് പാടാണ്. മുകളിൽ ഫോർക്കിൻ്റെ ഇത് തന്നെ ഭയങ്കര ഇതാണ്. അപ്പോൾ ആ 2 നട്ട് അഴിക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു റബ്ബർ പോലത്തെ സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഹീറ്റൊക്കെ ചെയ്തിട്ട് സ്പ്രേ കാര്യങ്ങൾ ക്ലീനർ അടിച്ചിട്ട് കുറച്ചൊന്ന് അത് കത്തിക്കുമ്പോൾ ഇത്തിരി ഹീറ്റാവും. അപ്പോൾ മെല്ലെ അത് ഇത്തിരി റിലീസാകുമല്ലോ.
അപ്പോൾ ആ ഒരു രീതിയിൽ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല രീതിയിൽ തുരുമ്പും കാര്യങ്ങളൊക്കെയാണ്. മിക്കവാറും ആ സ്ക്രൂ കഴിയണമെങ്കിൽ ഒരു 2 ദിവസമെങ്കിലും ഒന്ന് WD-40 എന്തെങ്കിലും അടിച്ചിട്ട് വെക്കേണ്ടി വരും. അത് ഫുള്ളായിട്ടൊന്ന് അതിൻ്റെ ഇത് ഓക്കെ ആവാൻ. മീറ്റർ കാര്യങ്ങളൊക്കെ അഴിച്ചെടുത്തു, വലിയ പണിയൊന്നുമില്ല. അത് അടുത്ത സ്ക്രൂ അഴിച്ചും വന്നു. ഫോർക്ക് മാത്രമാണ് അഴിക്കത്തിരി പാട്. നല്ല രീതിയിൽ കുറച്ച് മെക്കാനിസം ഭയങ്കര ഇതാണ് അതിൽ. അത് ഈ ഒരു മുകളിലത്തെ 2 ഇത് അഴിക്കണം, അഴിച്ചെടുത്താലാണ് വരുള്ളൂ താഴേക്ക്. അടിച്ചൊക്കെ നോക്കി, പക്ഷേ വലിയ കാര്യമില്ല. ഫുള്ള് തുരുമ്പടിച്ച് നിൽക്കുന്നതുകൊണ്ട് ചെറുതായിട്ടൊന്ന് അവർ തട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇല്ല അത് ഓക്കെ ആവും. അടിക്കുമ്പോൾ വർക്കാകുന്നുണ്ട് ഫോർക്ക്, പക്ഷെ വലിയ ഇതില്ല. ഈ റിംഗ് സ്പാൻഡറൊന്നും ഇട്ടിട്ട് ആവുന്നില്ല. അതിൽ അളവ് ഭയങ്കര മാറ്റമാണ്. ഒന്ന് 14 ആണെങ്കിൽ വേറൊന്ന് 12 ആണ്. പിന്നെ ഇതിൻ്റെയൊക്കെ പിരിയും പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ടൂള് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഇത്. നമുക്ക് അതേ രീതിയിൽ വേണമെങ്കിൽ വെച്ച് തിരിപ്പിക്കാം. അങ്ങനെ പെട്ടെന്ന് സ്ലിപ്പാവണമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഇത് വെച്ചിട്ടാണ് തിരിപ്പിക്കണത്. ഈ ഒരു ആവശ്യത്തിന് വേണ്ടി പോയി വാങ്ങിയതാണ്. അത് അത്യാവശ്യം നല്ല വെർത്തായിട്ടുള്ളൊരു സാധനമാണ്. അതിൻ്റെ പേര് എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അത്യാവശ്യം ഒന്ന് റിലീസായി തുറന്ന് ആ ഒരു ലോക്കിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഴിക്കേണ്ടതേ ഉള്ളൂ. സ്ക്രൂ പിന്നെ വെളിയിലേക്ക് വരുന്നില്ല. അപ്പോൾ അതും തുരുമ്പൊക്കെ അടിച്ചുകൊണ്ട് അതും വരുന്നില്ല. അപ്പോൾ ഒരു ഉള്ളിയും കൊണ്ട് ഒരു കുത്തുസൂചി കൊണ്ട് അതിൽ വെച്ചിട്ട് അടിച്ച് വെളിയിലേക്ക് തള്ളാന്നുള്ള ഒരു പ്ലാനാണ്. മുകളിലത്തെ ഒന്ന് റിലീസായിട്ട് നമുക്കിത് വെച്ചിട്ട് ഈ ടൂൾ വെച്ചിട്ടൊന്ന് അഴിച്ച് നോക്കാം. അത് നല്ല പാടാണ്, അഴിഞ്ഞങ്ങനെ വരണമൊന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ നിന്ന് വിടുന്നുണ്ടെങ്കിലും പക്ഷെ ഉള്ളിലൊരു ചെറിയ സ്ക്രൂ ഉണ്ട്. അപ്പോൾ റിലീസാകാൻ നല്ല പാടുണ്ട്. ഇപ്പോൾ തിരിയാൻ തുടങ്ങി. WD-40 ഒക്കെ അടിച്ചപ്പോൾ ആളൊന്ന് തിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താവുമെന്ന്. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട്. തുരുമ്പ് പിടിച്ചെടുക്കണമെന്ന് അതിൻ്റെ പിരിയൊക്കെ അതഴിക്കാൻ കിട്ടുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ക്രാഷ് ഗാർഡ് അതിൽ ലൂസായിട്ട് കിടക്കുകയാണ്. അതഴിക്കാനും കിട്ടുന്നില്ല. അതിൻ്റെയും സ്ക്രൂ തുരുമ്പടിച്ച് എടുക്കണം. അപ്പോൾ കട്ടർ കൊണ്ടുവന്നിട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഹബ്ബ് ഫുള്ളായിട്ട് കട്ട് ചെയ്തു. കട്ടർ വന്നപ്പോൾ അത് കട്ട് ചെയ്ത് കറക്റ്റാക്കി. ഇതാണ് ബാക്ക് മഡ് ഗാർഡ്. ഇതും കട്ടർ കൊണ്ടിട്ടാണ് അതിൻ്റെ സ്ക്രൂകളൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞിട്ട്. ഇപ്പോൾ ഏകദേശം വണ്ടിയുടെ ഓവറോൾ മഡ് ഗാർഡ് കാര്യങ്ങളൊക്കെ അഴിച്ചു. സൈലൻസറിന് മെയിനായിട്ട് ഈ ഷോക്ക് ബാക്കിൽ ഇതൊക്കെ ഉള്ളൂ. ബാക്ക് വീൽ അഴിക്കാനും പാടാണ്. അപ്പോൾ WD-40 എന്തായാലും ഒരു 400 രൂപേൻ്റെ ആ വലിയൊരു പാക്കറ്റ് ഉണ്ടാവും. അതൊരെണ്ണം ഒരു കുപ്പിയിലുള്ള ഇതുണ്ടാവും. അത് ഒരെണ്ണം എന്തായാലും ഫുള്ള് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് തന്നെ പോകും. അല്ല അവിടെയും ചില സ്ക്രൂ ഒക്കെ ഉള്ളിലൊക്കെ നല്ല വൃത്തിയൊക്കെ ഉണ്ട്. അധികം അങ്ങനെ തുരുമ്പൊന്നും പോകാണ്ട് കിടക്കണമുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ കാർബേറ്റർ കാര്യങ്ങൾ അഴിക്കണം. കാർബേറ്ററിൻ്റെ 12-ൻ്റെ ഇതാണ് വരുന്നത്. അതിൻ്റെ മൗത്ത് അതിൻ്റെ ഒരു ചെറിയ ഇതൊക്കെ പോയിട്ടുണ്ട്, അഴിക്കാൻ കിട്ടുന്നില്ല. WD-40 അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓക്കെ വരുന്നുണ്ട്. കാർബേറ്ററൊക്കെ സെക്കൻഡ് ഒറിജിനൽ കാർബേറ്ററൊന്നും അല്ല. ഇപ്പോൾ ഇത് വേറെയാണ്. എന്നാലും കുഴപ്പമില്ല. സമയമാകുമ്പോൾ ഒറിജിനലൊന്നും ഇനി കിട്ടാനൊന്നും അങ്ങനെ ചാൻസ് ഒന്നും ഇല്ല. ഇതിനെ തന്നെ പരമാവധി വർക്ക് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ആൾ എൻജിൻ സിലിണ്ടറാണ് അന്ന് പണിയാൻ വേണ്ടി കൊടുത്തത്. സിലിണ്ടർ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. പിസ്റ്റൺ കാര്യങ്ങളൊക്കെ സീറ്റിംഗ് ആക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്തെല്ലാം ഓക്കെ ആക്കിയതായിരുന്നു. പിന്നെ അതങ്ങനെ അവിടെ ഇട്ട് വണ്ടി ഒന്ന് ഇതായതാണ് അവിടെ തന്നെ വെച്ചിട്ട്. അതൊരു ചെറിയ സിറ്റുവേഷൻ ഭയങ്കര ഇതായതുകൊണ്ട് എടുക്കാനും കൊണ്ടുവരാനും പറ്റാത്തതുകൊണ്ട് അങ്ങനെ വെച്ചതാണ്. ഇതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ നല്ല ഒത്തനാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്കും അങ്ങനെ കാർബൺ കാര്യങ്ങളൊന്നും ഇല്ല. ഫുഡ് ട്രസ്റ്റിൻ്റെ ലോക്കൊക്കെ എടുത്തു. ഇനി അതാണ്
ഇതിൽ സൈലൻസർ അഴിക്കണമെങ്കിൽ ഫുഡ് റെസ്റ്റിൻ്റെ ഉള്ളിലാണ് സ്ക്രൂ വരുന്നത്. അപ്പോൾ അത് ഈ രീതിയിൽ വേണം അഴിക്കാൻ. ഫുഡ് റെസ്റ്റ് അതിന് മാറ്റിയാലേ നമുക്ക് സൈലൻസർ ഇങ്ങനെ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സൈലൻസർ അഴിച്ചു. ജസ്റ്റ് വലിയ പണിയൊന്നും ഇല്ല, ക്ലാമ്പ് കാര്യങ്ങളൊന്നും ഇല്ല അതിൽ. ഈ സ്ക്രൂവും കൂടി അഴിച്ച് കഴിഞ്ഞാൽ സൈലൻസർ പിന്നെ അതിന് വലിച്ചെടുത്താൽ മാത്രം മതി. വേറെ ഇതിൽ അങ്ങനെ വലിയ കോംപ്ലിക്കേറ്റഡൊന്നുമില്ല സൈലൻസറിൻ്റെ ഭാഗം. സൈലൻസർ ജസ്റ്റ് സ്ക്രൂ ഒന്ന് അഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് വലിച്ചെടുത്താൽ മതി. ഫ്രണ്ട് അങ്ങനെ സ്ക്രൂ ചെയ്തിട്ടോ ക്ലാമ്പ് ചെയ്തിട്ടൊന്നും വെച്ചിട്ടില്ല. സൈലൻസർ അങ്ങനെ വന്നു. ഈ സൈലൻസറും അങ്ങനെ എടുത്ത കാര്യം കഴിഞ്ഞു. ഇത്രയും ഭാഗം ഉള്ളിലേക്കായിട്ട് അങ്ങനെ നിൽക്കും. അത്യാവശ്യം ഉള്ളിൽ ഫുള്ള് ടൂട്ടി ഓയിൽ കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഓയിൽ അറിയില്ല, 2 സ്ട്രോക്ക് ആയതുകൊണ്ട് ഓയിൽ അടിക്കണം. അപ്പോൾ ആ ഓയിലൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ. ഈ ഒരു സ്ക്രൂ 8-ൻ്റെയോ 10-ൻ്റെയാണ് തോന്നുന്നു. അപ്പോൾ അത് അഴിച്ചെടുത്താൽ മതി. ഇതും ജസ്റ്റ് ആ ഒരു ഇതിൽ അങ്ങനെ വെച്ചിട്ടുള്ളൂ. അത് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇതും കഴിഞ്ഞു. ഉള്ളിൽ നോക്കിയാൽ പിസ്റ്റൺ കാണുന്നുണ്ടാവും, അതിൻ്റെ സിലിണ്ടറും ആ ഒരിതും. ആ 2 ഇതും സൈലൻസറിൻ്റെ ഇത് അഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എൻജിൻ ഫ്രീ ആയി. ഇനി എൻജിൻ്റെ സ്ക്രൂ അഴിക്കലാണ് ഒരു വലിയ പണി. അത്യാവശ്യം നല്ല ടൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം അയച്ചു കഴിഞ്ഞാൽ ഫ്രൈ മാത്രമാണെന്നുണ്ടെങ്കിൽ ആക്കാവുന്നത്. എനിക്ക് ഇതിൽ മറ്റേ വോൾട്ടാണ് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ ആകെ 4 സ്ക്രൂവേ വണ്ടിക്ക് വരുന്നുള്ളൂ. ആ മുകളത്തെയും ഈ ഒരെണ്ണവും. സംഭവം ഈ വണ്ടിയിൽ സിംഗിൾ ചേസാണ്. അതായത് സിംഗിളായിട്ടൊരു പൈപ്പ് പോയിട്ട് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ബാലൻസ് ചെയ്ത പോലെ നിർത്തിയിരിക്കുകയാണ് ഇതിൻ്റെ എഞ്ചിനെ. ഭയങ്കര സിമ്പിൾ മെക്കാനിസമാണ്. ഇത് ഈ ഒരു സ്ക്രൂ അഴിച്ച് ഫ്രണ്ടിലൊരു 2 സ്ക്രൂ ഉണ്ട്. അതായത് ചേസിലൊരു പ്ലേറ്റ് വെച്ചിട്ടാണ് പിടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് ഭാഗം എഞ്ചിൻ്റെ അതും കൂടി അഴിച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ പിന്നെ ഫ്രീ ആണ്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റണത് തന്നെ ഉള്ളൂ. അങ്ങനെ അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇപ്പോഴത്തെ വണ്ടികൾ പോലെ അങ്ങനെ സ്ക്രൂവും ബോഡി അങ്ങനെ ഒന്നുമില്ല. ഇത് ആ സ്ക്രൂ കഴിഞ്ഞാൽ പിന്നെ ഇത് ഇവിടെ ഈ ഒരു എന്നിട്ട് അത് അപ്പുറത്ത് അഴിച്ചാൽ എഞ്ചിൻ വരും, ഇപ്പുറത്തെ അഴിച്ചാലും. ഞാനപ്പോൾ ഒത്തിരി എളുപ്പം ഇതാണ്. മറ്റേത് നല്ല ടൈറ്റാണ്. അപ്പോൾ ആ ഒരു ഈ ഒരു സ്ക്രൂ ആണ് അതിൽ വന്നത് ബാക്കിൽ. ഇനി ഈ 2 സ്ക്രൂവും അഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എൻജിൻ ഫ്രീ ആയി. ഒരു പ്ലേറ്റ് പോലെ അങ്ങനെ ചേസിൽ പിടിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പുറത്ത് അഴിക്കണം. വന്നില്ല ഇനി എന്തായിക്കൊണ്ട് സ്ക്രൂ ഇട്ട്. പക്ഷെ വേണ്ട അതുപോലെ നമ്മളിപ്പോൾ സൈലൻസർ അഴിച്ചുകൊണ്ട് ആ സിലിണ്ടറിൽ അത്യാവശ്യം പണിതാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഡസ്റ്റ് ഒന്നും കയറാണ്ടിരിക്കാൻ ഒരു തുണി നമ്മൾ ആ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് വെക്കണം. എന്നിട്ട് വേണം പണിയെടുക്കാൻ. കാരണം വല്ല മണ്ണോ പൊടിയോ തുരുമ്പൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര പണിയാണ്. ചിലപ്പോൾ എഞ്ചിനിൽ ഏതെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതിൻ്റെ ഉള്ളൊരു തുണി ചിലപ്പോൾ നമ്മളെന്തായാലും ഇതിപ്പോൾ അഴിച്ചൊന്ന് മാറ്റി വെക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വല്ല ജീവികൾ കയറാണ്ടിരിക്കാനോ ഒക്കെ ആയിട്ടാണ് തുണി മസ്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ വെക്കണം. സ്ക്രൂ കാര്യങ്ങളൊക്കെ അഴിച്ചു, പക്ഷെ അത് വന്നില്ല. കാരണം പ്ലേറ്റ് ഫുള്ളായിട്ട് അഴിച്ചാൽ തന്നെയാണ് അവിടെ നിന്ന് ഇത്തിരി ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻജിൻ ഇനിയിപ്പോൾ അതിൽ നിന്ന് എടുക്കണം. അത്യാവശ്യം വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് അങ്ങനെ എടുത്തങ്ങനെ വയ്ക്കാൻ പറ്റുന്നില്ല. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഒരു 10 കിലോൻ്റെ അടുത്ത് അതിൻ്റെ മുകളിലൊക്കെ വെയിറ്റ് വരും. കറക്റ്റായി പിടിച്ചിട്ട് വീണ് കഴിഞ്ഞാൽ സിലിണ്ടർ ചിലപ്പോൾ ഡാമേജ് ആവും. അപ്പോൾ കറക്റ്റായിട്ട് പിടിച്ച് എടുക്കണം. ഞാനൊരു നല്ല കാര്യം പറയട്ടെ ബാബു. ഞാൻ ഇതിനിങ്ങനെ പൊക്കാം. ഇവിടെ കുടുങ്ങിയതാണ്. ഞാൻ ഇതിനെ തിരിക്കേണ്ടതാണ്. സിലിണ്ടർ അവിടെ കുടുങ്ങിയതാണ്. സെന്ററിൽ എന്തിനാ നിർത്തണോ? ഒരു സൈഡിക്ക് എടുക്ക്, എന്നിട്ട് അപ്പുറത്തെ സിലിണ്ടർ കുടുങ്ങിയതാണ്. അപ്പുറത്തോ ഇല്ല പിടിച്ചിട്ടുണ്ട്. പിടിച്ചാ
മാറണം. ഇല്ല അവിടെ മാറട്ടോ. ഏയ് ഞാൻ ചെയ്ത ഞാൻ ഈ ബ്രേക്കിലും ചെറിയൊരു ഇതൊക്കെ ഉണ്ട്, ഒരു നീഡിൽ കണ്ട ഒരു ഇത്, അത് ഗ്രീസ് അടിക്കേണ്ടതാണ്. ഇതിപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ വണ്ടികളിലെ പോലെ അങ്ങനെ ഓയിൽ ജസ്റ്റ് വെളിയിൽ നിന്ന് ഇങ്ങനെ അടിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. ഈ ഒരു നോസിലിൽ മറ്റേ ഗ്രീസ് ലോറികളിലൊക്കെ അടിക്കണ പോലത്തെ മിഷ്യൻ പോലത്തെ കിട്ടും. അതിലിങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ ഗ്രീസൊക്കെ ആവും. അപ്പോൾ ആ ലിവറിൽ ടൈറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഗ്രീസ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ പക്ക വർക്കിംഗ് ആയിരിക്കും. അതുപോലെ ഈ വണ്ടിയിൽ കുറച്ച് ഏരിയകളിൽ ഇങ്ങനെ ഗ്രീസ് അടിക്കാനുള്ള കുറച്ച് ഏരിയകളുണ്ട്. സിങ്ങാമിൽ ഇങ്ങനെ ഈ വണ്ടിയിൽ ചുമ്മാ അഴിച്ച് ഞങ്ങളുടെ ഇതുപോലെ സിങ്ങാം പുഷ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ സിങ്ങാം ഫുൾ അഴിച്ച് ഇപ്പോഴത്തെ വണ്ടികളിലെ പോലെ അങ്ങനെയൊന്നുമല്ല. അതിലൊരു ചെറിയൊരു സാധനമുണ്ട്, അതിൽ അടിച്ചു കൊടുത്താൽ മതി. ഇതേപോലെ അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിലിങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സിങ്ങാമിൽ മൊത്തത്തിലാകും ആ ഒരു ഇത്. എന്തോ ഒരു മെക്കാനിക്സ് ഉണ്ട് ഇതിൽ. അതൊഴുക്കി ഇതാ ഇതൊന്നും കിട്ടില്ല ഇനി. ഇതാണ് പറഞ്ഞ ആ ഒരു നീഡിൽ. ഇതിൽ ഇങ്ങനെ അടിച്ചു കൊടുത്തത് സിങ്ങാമിൻ്റെ മൊത്തത്തിലുള്ളൊരിതാണ്. ഈ സ്ക്രൂ അഴിക്കണം. അപ്പോൾ ഈ ഒരു ആ കണ്ട നീഡിൽ ഇതേപോലെ ഗ്രീസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് സിങ്ങാമ മൊത്തത്തിൽ ആ ഗ്രീസാവും. പിന്നെ ആ ഭാഗം നല്ല വർക്കിംഗ് ആയിരിക്കും, വലിയ പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം നല്ല ടൈറ്റ് ഉണ്ട്, മൊത്തത്തിൽ തിരിഞ്ഞും വരുന്നുണ്ട്. അങ്ങനെ ഈ വണ്ടിയിൽ കുറച്ച് ഏരിയകളിലൊക്കെ ഇങ്ങനെയുള്ള ഒരു സാധനമൊക്കെ ഉണ്ട്. അതിലൊക്കെ ഗ്രീസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗമൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും. ഇതാണ് ആ ആക്സിൽ. ഇതിൽ ആ ഗ്രീസ് പോകാനുള്ള ഹോള് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ബാക്ക് ഗാർഡ് ഒഴിച്ചു, അത്യാവശ്യം സൈലൻസർ ഗാർഡ് എല്ലാം അഴിച്ചിട്ടുണ്ട്. ഇനി ബാക്ക് വീലും ആ ഷോക്കും സിങ്ങാമും അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഫുള്ള് ഫ്രീ ആയി. വേറെ ഒന്നും പിന്നെ ആവശ്യമില്ല. ഫോർക്ക് ഫ്രണ്ടിലെ ആ ഫോർക്കാണ് അഴിക്കാൻ ഭയങ്കര പാടാണ്. അത് അതിൻ്റെ മെക്കാനിസം അറിയില്ല, എന്തെങ്കിലും ചെയ്ത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു സാധനം പിന്നെ കിട്ടില്ല. അപ്പോൾ പരമാവധി ഇതിലുള്ള ആ പഴയ പാർട്സ് തന്നെ യൂസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതും ചേഞ്ച് ചെയ്യാതെ ചെയ്യണം. ഓരോന്ന് അഴിക്കുമ്പോൾ ഒരു കൗതുകമാണ് വണ്ടി. ഓ, ഈ വണ്ടിയിൽ ഇങ്ങനെയൊക്കെയാണോ പാർട്സ് അവർ ചെയ്തിരിക്കണതെന്നൊക്കെ നമുക്കങ്ങനെ തോന്നും. പല കാര്യങ്ങളും അവർ കുറച്ചും കൂടി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടൊക്കെ ചെയ്തതും ഉണ്ട്. പിന്നെ അന്നത്തെ ആ ഒരു മെക്കാനിസം കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ കാണുമ്പോൾ ഒരു ഇതാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമുക്ക് ഒരു ഈ ഹബ്ബ് തന്നെ ഫ്രണ്ടിൽ യൂസ് ചെയ്യുക. ആദ്യത്തെ ആ ഒരു ഭാഗം എടുത്ത് നോക്കിയാൽ കാണും ഫ്രണ്ട് ഹബ്ബ് എങ്ങനെയാണോ അതേപോലെയാണ് ഇപ്പോൾ ഈ ഇതിലും ഇരിക്കുന്നത്, ശ്രദ്ധിച്ചാൽ അറിയും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ടയർ എടുത്ത് നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ടിലേക്ക് ഇട്ടാലും വണ്ടി ഓട്ടിക്കാൻ യൂസ് ചെയ്യാനൊക്കെ പറ്റും. അതിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. കുറച്ച് ഭാഗങ്ങളൊക്കെ വെൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയ വണ്ടികളൊക്കെ അതാണ് വെൽഡ് അടിച്ചിട്ടൊക്കെ ആയിരിക്കും വയ്ക്കുക പറയില്ല. അപ്പോൾ അതൊക്കെ കാണുന്നുണ്ട് ഈ വണ്ടിയിൽ. ചില ഏരിയകളൊക്കെ വെൽഡ് അടിച്ചിട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഴിക്കാനൊക്കെ ഭയങ്കര പ്രയാസമാണ്. ഷോക്ക് ചെറിയൊരു ഷോക്കാണ്. റീകണ്ടീഷനിങ് ഒന്നും നടക്കില്ല. പരമാവധി ചെയ്യാൻ നോക്കും, ഇല്ലെങ്കിൽ മാറ്റിയിട്ട് പുതിയത് കയറ്റും.
ഇതിനുള്ള ഫണ്ടോ സ്പോൺസർമാരുണ്ടോ? സ്പോൺസർമാരൊക്കെ ഉണ്ട്. നമ്മളെല്ലാം സ്പോൺസർ നമ്മളൊരു എഞ്ചിനീയറിംഗ് സ്പോൺസറായിട്ട് ചെയ്യും. ഇനി എന്ത് ചെയ്യുന്നതാ? ബസ്സിന്റെ ഇല്ല ഉണ്ടാക്കാം. എന്തും കഴിക്കാൻ കിട്ടും. അത് കിട്ടില്ലല്ലോ, നമ്മൾ നോക്കിയതല്ലേ. ഏത് ഇതന്നെ ഈ രണ്ട് കമ്പി സെൻട്രൽ സ്റ്റാൻഡ് വെച്ചിട്ടാണ്. വെൽഡ് ചെയ്തിട്ടില്ലേ? വലിയ ചെറുത് ചെറിയ സാധനം ഇമ്പയിലിട്ട് കൊണ്ടുപോയി 50 രൂപ പൊട്ടാണ്ട് മെല്ലെ മുട്ടിക്കിട്ടാണ്. അതുപോലെ ബാക്ക് മൾഗാർഡിലൊരു ചെറിയ പീസ് ഉണ്ട്. അപ്പോൾ അതും വരുന്നില്ല, തുരുമ്പടിച്ചുകൊണ്ട്. അപ്പോൾ അതും കട്ട് ചെയ്തിട്ട് ചെറിയൊരു പീസാണ്, അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കണം. അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓവറോൾ ഏകദേശം എല്ലാം അഴിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഈ ഒരു സ്ക്രൂ വരാത്തത്, അതിന് പൊട്ടിച്ചെടുക്കാതെ വേറെ വഴിയില്ല. ചെയ്സ് ഇപ്പോൾ അത്യാവശ്യം എല്ലാം അഴിച്ച് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ കൂടുതലായിട്ട് വണ്ടിയൊന്നും ഇല്ല, ഭയങ്കര സിമ്പിളായിട്ട് പരിപാടി കഴിയും. അതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇതായിരുന്നു. ഫുള്ളായിട്ട് വണ്ടി അഴിച്ച് ഓവറോൾ ഇപ്പോൾ കണ്ടീഷൻ അങ്ങനെ ആക്കി. ഇനി ഞാൻ കൂടുതലായിട്ട് അഴിക്കുന്നില്ല. ഹാൻഡിലൊക്കെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനൊക്കെ അതുണ്ടെങ്കിൽ കുറച്ച് പിടിക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ജസ്റ്റ് സിങ്ങാമ എങ്ങനെയൊക്കെ അഴിച്ചിട്ടും വരുന്നില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അടി ജാമായി നിൽക്കുകയാണ്. പിന്നെ ചവിട്ടിയിട്ട് മുകളിലേക്ക് പൊക്കുമ്പോഴും ആവുന്നില്ല, താഴ്ത്തുമ്പോഴും നല്ല ടൈറ്റാണ്. അപ്പോൾ കാണിച്ചു തരാം. താഴേക്ക് പ്രശ്നം കണ്ട ഈ ഒരു രീതിയിൽ ടൈറ്റാണ്, അപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓവറോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് വണ്ടിയിൽ അഴിച്ച് റെഡിയാക്കിയത്. സൈലൻസർ ഒറിജിനൽ തന്നെയാണ്. പിന്നെ അതിൻ്റെ ബെൻറ്റ് പൈപ്പ് കാര്യങ്ങൾ, മീറ്റർ കാര്യങ്ങളൊക്കെ അഴിച്ചു. ഇതാണ് പഴയ മൾഗാർഡ്, ഏകദേശം പോയി ബാക്ക് തുരുമ്പൊക്കെ അടിച്ചിട്ട്. വീലും കാര്യങ്ങളൊക്കെ ഇതാക്കി. ഇതാണ് ഇപ്പോൾ ഇന്ന് ഓവറോളെല്ലാം വന്ന സാധനങ്ങളെല്ലാം. ഹബ്ബ്, ഫ്രണ്ട് ഹബ്ബ്, ബാക്ക് ഹബ്ബ്, ബ്രേക്കിങ്ങിൻ്റെ ബുഷ് കാര്യങ്ങൾ, ബ്രേക്ക് ഷൂ കാര്യങ്ങളെല്ലാം ആന വെച്ചിട്ട് എൻജിൻ്റെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയും പാർട്സ് കാര്യങ്ങളൊക്കെ ഓരോന്ന് അഴിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എൻജിനും ഇതിനെയൊക്കെ അഴിച്ചാണ്. ഇത് മുമ്പ് വയറിങ് കിറ്റും പിന്നെ അതിൻ്റെ ടാങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ അഴിച്ച് മാറ്റി വെച്ചതാണ്. എല്ലാം ഒന്ന് പണിയണം. ടാങ്കിലൊക്കെ നല്ല ഡാമേജ് ഉണ്ട്. ഇത് എയർ ഫിൽറ്റർ ബോക്സാണ്, എയർ ബോക്സാണ്. ഇതിൻ്റെ ഒന്നും മെക്കാനിസം എന്താണെന്ന് എനിക്കും അറിയില്ല, എങ്ങനെയാണിത് എന്നുള്ളത്. പരമാവധി വണ്ടി നമ്മൾ പണിയാൻ നോക്കും. അതിൻ്റെ സൈഡ് ബോഡി കിറ്റ് ക്ലാസിക് 250 ക്ലാസിക് പറഞ്ഞിട്ട്, അതൊന്നും വലിയ ഡാമേജ് ഒന്നുമില്ല. അതൊക്കെ ഒറിജിനൽ പാർട്സിൻ്റെ. അത് മറ്റേ ചെയിൻ കവറും കാര്യങ്ങളായാലും ഒറിജിനൽ പാർട്സ് തന്നെയാണ്. അതിലൊന്നും ഡാമേജ് ഒന്നും ഇല്ല. അഥവാ ഉണ്ടെങ്കിലും പരമാവധി വെൽഡൊക്കെ ചെയ്ത് സെറ്റാക്കി എടുക്കാൻ ശ്രമിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഈ വണ്ടി മൊത്തത്തിൽ പണിയണത് ഓരോ സ്റ്റേജിലായിട്ട് ഞാൻ എന്തായാലും ഇടാതെ ഒന്നും ഇരിക്കില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.